അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് വളരെ ഉപകാരമുള്ള മക്കളുമുണ്ട്, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് ദോഷമുള്ള മക്കളുമുണ്ട്. പടച്ചവനെ ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളെ മക്കളോട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കഥകളും ചരിത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. സഹാബാക്കളുടെ ചരിത്രങ്ങൾ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഔലിയാക്കളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾ ബർക്കത്തുള്ളതാക്കി മാറ്റുകയും ലഘുവാക്കി മാറ്റുകയും അനുഗ്രഹങ്ങൾ അല്ലാഹു ധാരാളം ചെയ്യുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ളതായി മാറുകയില്ല, ലോല ഹൃദയമായി മാറുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിച്ച ചുറ്റുപാടുകളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലേ, നമ്മൾ ഉപ്പമാര് ജീവിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ഉമ്മമാര് ജീവിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും കുടുംബക്കാർ ജീവിച്ചത് എങ്ങനെയാണ്. അങ്ങനെ ചുറ്റുപാടുകൾ കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചുറ്റുപാടുകൾ പറഞ്ഞു കൊടുക്കണം. മോനെ, ഇന്നീ കാണുന്ന വലിയ വീടുകളും വാഹനങ്ങളൊന്നും പണ്ടില്ലായിരുന്നു. പണ്ട് ചെറിയ ചെറിയ ഓലകൾ മേഞ്ഞ വീടുകളിലായിരുന്നു നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് എത്രത്തോളം, അനുഗ്രഹങ്ങൾ എത്രത്തോളം നമ്മുടെ മേലുണ്ടായി എന്നുള്ളതാണ്. പടച്ചവനെ, പണ്ടൊക്കെ വെള്ളം കോരാമോണമെങ്കിൽ എത്രയോ ദൂരെ പോയി കോരിക്കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നെല്ലാം നമ്മളെയൊക്കെ അല്ലാഹു വലിയ വലിയ സമ്പന്നന്മാരും വലിയ സമ്പന്നന്മാരായിട്ടില്ലെങ്കിലും അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് നമ്മളെ മക്കൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ സഹോദരങ്ങളെ, ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തണം എന്ന സാരം. ഇതിനെല്ലാം നമ്മൾ സമയം കണ്ടെത്തണം, എന്നാലേ നമ്മളെ മക്കള് നമ്മൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. കാരണം നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മക്കളായി മാറണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളെ മക്കളെ വളർത്തേണ്ടതുണ്ട്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായ റബ്ബി ചരിത്രം കേൾക്കുമ്പോൾ തന്നെ അവൻ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ് ഏറ്റവും നല്ല മക്കളെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കളെ അങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു തർബീയത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ മക്കൾ നമ്മളെ അനുസരിക്കുകയുള്ളൂ. അത് മാതാപിതാക്കൾ വളർത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. മദീന പള്ളിയിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ, അനസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യ് നബിയേ. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് ദുആയാണ്? നബി തങ്ങളോട് പറയുകയാണ് ആ ഹിക്മത്തായ രീതിയിൽ. അവിടെ പറയുന്നത്, എന്റെ കുഞ്ഞിന് ആയുസ് വേണം, സമ്പത്ത് വേണം, സ്വർഗം വേണം യാ റസൂലല്ലാഹ്, സന്താനങ്ങൾ വേണം നബിയേ. ഇതിനു വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ വലിയ വലിയ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ എടുത്താൽ, ഉപ്പമാരാകട്ടെ തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും പ്രാർത്ഥിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരായിരുന്നു. നമുക്കതിനൊന്നും സമയമില്ല. ഇന്നതിനൊന്നും സമയമില്ല. പണ്ഡിതന്മാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് നമ്മൾ പറയണം. നമുക്കൊന്നിനും സമയമില്ല. പണ്ടുള്ള മഹാന്മാർ അങ്ങനെയായിരുന്നു. വലിയ വലിയ ഇമാമിങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, അവർ പല പണ്ഡിതന്മാരോടും നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയുകയും അങ്ങനെ ദുആ ചെയ്യുകയും അവരുടെ മക്കൾ ലോക പ്രശസ്ത പണ്ഡിതന്മാരായി മാറുകയും ചെയ്തു. അതിന് ഉദാഹരണമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന. അനസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുകയും ഒരുപാട് സന്താനങ്ങളുടെ ഒരുപാട് മുതലുള്ള വ്യക്തി, വലിയ പ്രശസ്ത
പ്രശസ്തിയുള്ള ആള്, അതുപോലെ തന്നെ ധാരാളം ആയുസ്സ് അല്ലാഹു കൊടുത്തു. അങ്ങനെ ഇതെല്ലാം ഇണങ്ങിയ ആളായി അനസ് റളിയല്ലാഹു അൻഹു മാറി എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ വളരെയധികം ഗൗരവത്തോടെ ശകാരത്തോടെ ഒരു ഹിക്മത്തായ രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടിയുള്ളത്. അല്ലാതെ കളിച്ചിട്ട് അടിക്കുകയോ അല്ലാതെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. ഒരു ഹിക്മത്തായ രീതിയിലൂടെ തന്ത്രപരമായി അവന് വേദനിക്കാത്ത രീതിക്ക് ഒരു കമ്പ് കൊണ്ട് ഒരു ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ ആ കമ്പിനെ ചൂണ്ടി കാണിക്കുകയോ ചെയ്യുക, അടിയിട്ടും എന്നൊക്കെ പറയുക. നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാൻ, പടച്ചവനെ നീ ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് ഉപകാരമായ, നാടിന് ഉപകാരമായ, നാട്ടുകാർക്ക് ഉപകാരമായ, എല്ലാവർക്കും ഗുണമുള്ളവരാക്കി മാറ്റണേ റഹ്മാനേ. നിന്റെ പരിശുദ്ധ ദീനിനെ സഹായികളാക്കണേ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്യാം നമ്മുടെ മക്കളെ അല്ലാഹുവേ സാലിഹീങ്ങളാക്കണേ അല്ലാഹ് എന്ന്. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ നമ്മളോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദേ നമ്മുടെ മക്കൾക്കൊക്കെ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, വലിയ കുരുത്തക്കേടാണ് എന്നൊക്കെ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഈ ചികിത്സ നടത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉന്മേഷം നമ്മുടെ മക്കൾക്ക് നൽകുന്നതാണ്. നല്ല ബുദ്ധിയുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുന്നതാണ്. അനുസരണയുള്ള മക്കളാക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എന്ത് ചെയ്താലും മറന്നു പോകുന്നു യാ നബിയല്ലാഹ്, ഞാൻ എന്ത് ചെയ്താലും മറന്നു പോകുന്നു നബിയേ. ഓതുന്ന കാര്യവും പഠിക്കുന്ന കാര്യവും അതുപോലെ ദിനചര്യകൾ പോലും മറന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി പറയുകയാണ്, നബിയേ ഞാൻ എന്ത് പഠിച്ചാലും എന്നിൽ നിന്ന് മറന്നു പോകുന്നു, ഓർമ്മ അതുപോലെ തന്നെ ദിനചര്യകൾ പോലും മറന്നു പോകുന്ന നബിയേ, വലിയ മറതിയാണ് യാ റസൂലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ നിത്യമായി പതിവാക്കുക. അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പതിവാക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സഹാബി എന്താണ് പറഞ്ഞത്, നബിയെ പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നു, ദിനചര്യകൾ പോലും മറന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പതിവാക്കുക. സൂറത്ത് ഇതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് വർദ്ധിപ്പിക്കാനായ സഹാബിയോട് പറയുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നു, ഉമ്മമാരെ നിങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സലാത്തുകൾ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് ഈ അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതുക. ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഓരോ പ്രാവശ്യം നിങ്ങൾ ഓതി കഴിയുമ്പോഴും 3 പ്രാവശ്യം ഇശ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൽ നിങ്ങൾ ഓതുക. ഓതിയതിന് ശേഷം അങ്ങനെ 7 പ്രാവശ്യം നിങ്ങൾ ഓതണം. ഓരോ പ്രാവശ്യം ഓതി തീരുമ്പോഴും ഇശ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ ഓതണം. ഓതിയിട്ട് നിങ്ങളെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് ഓർമ്മശക്തിയും ബുദ്ധിപൂർവ്വതയും അല്ലാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്ക്, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ മക്കൾക്ക് അല്ലാഹു ബുദ്ധിപൂർവ്വതയും ഓർമ്മശക്തിയും അനുസരണ ഉണ്ടാകുക എന്നുള്ളത് ഖാലിഖായ റബ്ബ് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഖുർആനുമായിട്ടുള്ള അമലുകൾ നിങ്ങൾ ചെയ്യുക. പടച്ചവനെ ഖാലിഖായ റബ്ബേ, നീ ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എല്ലാം നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ ഇവിടെയെല്ലാം
അവർ പോകുന്നോ അവിടെ എല്ലാം ബർക്കത്തിയരിയണേ അല്ലാ. അപകടങ്ങളെ തൊട്ടവരെ കാക്കണേ അല്ലാ. അപകടമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ എല്ലാ മുസീബത്തുകളിലും അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അതുപോലെ അല്ലാ പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെ കാക്കണേ പടച്ചവനെ. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ ഖാലിഖായ റഹ്മാനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാ. അല്ലാഹു അവകളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഇതിന്റെ എല്ലാവിധ തവാബ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോടെ ഖബറുകളിൽ എത്തിക്കണേ അല്ലാ. അവിടെ ഖബറടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ സകലതിനെയും നീ കാക്കണേ റഹ്മാനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഒരുപാട് പേര് ഞങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീയാണ് റബ്ബേ അറിയുന്നവൻ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അതിലൊരാളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. അതിൽ രോഗികളുണ്ട് റഹ്മാനെ, നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ലാ, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവകളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം സാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ ഖാലിഖായ റബ്ബേ, കരുണയുള്ള റഹ്മാനെ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ലാ. അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാ. പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. റബ്ബേ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ
حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.